ഹലോ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ബിരിയാണിയാണ് ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെയും കൂടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മൺചട്ടി ചെമ്മീൻ ബിരിയാണി, മൺചട്ടിയിൽ ഉണ്ടാക്കിയ ചെമ്മീൻ ബിരിയാണി. അതിന് വേണ്ടിയിട്ട് ഒരു 3 സബോള എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തക്കാളി ഇതുപോലെ വട്ടന മുറിച്ചത് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള ഒരു 3 എടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ല നൈസായിട്ട് അരിഞ്ഞ് വയ്ക്കുക. പിന്നെ ആവശ്യമായിട്ട് നമ്മുടെ ചെമ്മീനും, പിന്നെ ഈ ഉള്ളി വറുത്ത് നല്ല പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിലാണ് ഉള്ളി വറുത്ത് വെക്കുന്നത്. അപ്പോൾ നല്ല ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. നമുക്ക് ഈ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ മൊത്തം ആവശ്യമുണ്ടല്ലോ അത് മുഴുവൻ എടുത്തിട്ടാണ് ഈ ഉള്ളി വറക്കണത് കേട്ടോ. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് ഒരു പാത്രത്തിൽ കോരി വയ്ക്കുക. എന്നിട്ട് ഈ എണ്ണേനെ കൊണ്ട് തന്നെയാണ് നമുക്ക് കറിയാക്കാനും ചോറിലേക്കൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാനതിൽ കുറച്ച് നമുക്കിപ്പോൾ കറിക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ എടുത്തിട്ട് ബാക്കിയുള്ള എണ്ണ ഞാൻ ഒരു പാത്രത്തിൽ ഇല്ല. ഇതിലേക്ക് ഞാനൊരു 3 ഏലക്ക, പിന്നെ കറിയാമ്പൂ, പട്ട ഇല്ല, അപ്പോൾ പട്ട പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നല്ലോണം ഇട്ടിട്ട് അത് ആവശ്യത്തിന് നുള്ളി അധികം ഇട്ടാൽ ചോയ വരിക. ഒരു നുള്ളിട്ടിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചെയ്തിട്ട് നല്ലോണം മുരിച്ച് നല്ലോണം വഴറ്റിയെടുക്കും. അതിലേക്ക് നമുക്ക് നല്ലോണം ആ മൂത്ത മണം വരണം, മുരിയണം കേട്ടോ, അല്ലെങ്കിൽ പച്ചച്ചോയ വരും. എന്തും നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ മൂപ്പിച്ചെടുത്താലാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. അതിലേക്ക് ഞാൻ വട്ടന മുറിച്ച തക്കാളി, വട്ടന മുറിക്കാൻ അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആ നീരൊക്കെ നല്ലോണം വന്ന് അത് ഉടയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വട്ടന അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാകുമ്പോൾ നല്ലോണം വേഗം വഴണ്ടി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നല്ലോണം വഴണ്ടതിന് ശേഷം ഇതിലേക്ക് മസാല അധികം ചെമ്മീൻ ബിരിയാണിക്ക് അധികം മസാല വേണ്ട കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു. അല്ലെങ്കിൽ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, നല്ല എരിവും ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി. അപ്പോൾ നിങ്ങളെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിട്ടത്. അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരു സ്പൂണോളാണ് ഗരം മസാല പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ച് നല്ലോണം മൂത്ത് വറ്റി നല്ല വഴണ്ടി വരണം. അതിന് ശേഷം പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സബോളനെ ഒരു പിടി എടുത്തിട്ട് ഇതിലിടുക. പിന്നെ നമുക്ക് ലെയർ ചെയ്യാൻ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് അതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി നല്ലോണം ഒന്ന് നല്ല വറ്റി വരണ വരെ ആക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ചൂടുള്ള വെള്ളം ഒഴിക്കണേ, പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അതൊന്നും നല്ലോണം വറ്റി വരുന്ന വരെ വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാൻ മറക്കരുത്. ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് നല്ലോണം വറ്റി കുറുകി വരട്ടെ. എന്നാൽ ഇങ്ങനെ കുറുകിയൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അതുകൊണ്ടാണ് നല്ലോണം ഇതുപോലെ വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനിട്ടത് പുതിന ഇലയാണ്. പുതിന ഇല ഇഷ്ടമില്ലാത്തവർക്ക് മല്ലിയില ഇടാം കേട്ടോ. പുതിന ഇല ഇട്ടാൽ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലൊരു മണം വരും കേട്ടോ. അതിന് ശേഷം നമ്മൾ ചെമ്മീൻ ഇട്ടു. 1 കിലോ അരിക്കാണെങ്കിൽ 1 കിലോ ചെമ്മീൻ വാങ്ങിയില്ലെങ്കിൽ 1/2 കിലോനായിട്ടാണ് അതിൻ്റെ മക്കിയൊക്കെ വരുമ്പോൾ വരിക. അതിനനുസരിച്ച് നമ്മൾ എത്ര അരി എടുക്കണോ അതിനനുസരിച്ച് അരി എടുക്കുക, ഈ ചെമ്മീൻ എടുക്കുക കേട്ടോ. അരിക്കനുസരിച്ച് നമ്മുടെ മെയിൻ ആളായ നമ്മുടെ മൺചട്ടിയിലേക്ക് ഞാനൊരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. ബാക്കി നമ്മൾ നമ്മുടെ ഉള്ളി മുപ്പിച്ച എണ്ണയുണ്ടല്ലോ, അതൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിരുന്നു. ആ എണ്ണയും എടുത്തിട്ട് ആ വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതിൽ ഒഴിച്ചു. എന്നിട്ട് അതിൽ നമ്മുടെ ഏലക്ക, കറിയാമ്പൂ, പിന്നെ നമ്മുടെ പട്ടയുടെ പൊടി ഉണ്ടല്ലോ അതും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു. വെള്ളം ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് തള വരുമ്പോൾ നമ്മുടെ അരി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ച് ഒന്ന് നല്ലോണം ഒന്ന് തള വരുമ്പോൾ ചെറിയ തീയിലിട്ട് വേവിക്കാം. അങ്ങനെയാണ് ചോറ്. നല്ല ബസുമതി റൈസ് ആണെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചെമ്മീൻ ബിരിയാണിക്ക് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതാ നമ്മൾ അടപ്പിട്ടിട്ട് മൺചട്ടിയിൽ അടപ്പന്നിട്ടിട്ട് മൂടി വെച്ചു. ഈ മൺചട്ടിയിൽ ചെമ്മീൻ ബിരിയാണി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടിയിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. സക്സസ് ആവുകയാണെങ്കിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത് ഇട്ടത് കേട്ടോ.
അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അത് ആ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഇനി ചെറിയ തീയിലിട്ടിട്ട് നല്ലോണം പതച്ച് നല്ലോണം തള വന്നതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് നല്ലോണം സെറ്റാക്കി മൂടി പിന്നെയും വയ്ക്കുക. നല്ല സെറ്റാക്കി വയ്ക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നല്ലോണം ഒന്ന് സെറ്റാക്കി വയ്ക്കുക. ഇനി നമുക്ക് ചമ്മന്തിയാണ്. നമ്മൾ ബിരിയാണിക്ക് ഉള്ള ചമ്മന്തിക്ക് നമ്മുടെ വീട്ടിലുണ്ടായ പുതിനയിലയാണ്. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളി ആണ് എടുത്തിട്ടുള്ളത്. കറിവേപ്പില ഒരു 2 എണ്ണേ എടുത്തിട്ടുള്ളൂ. 2 തണ്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യമായിട്ടുള്ള ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമുക്കിതിൽ തൈര് ചേർക്കാം. തൈരും പിന്നെ കുറച്ച് ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് അടിപൊളി ചമ്മന്തിയാണേ. അത് ഞാൻ പറയുന്നതല്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണോ നിങ്ങൾ ബിരിയാണിക്ക് ഉണ്ടാക്കുക ചമ്മന്തി ഒന്ന് പറയണേ. പിന്നെ അതിന് ശേഷം നമ്മുടെ ചോറൊക്കെ വെന്തു. അപ്പോൾ ഞാൻ ചട്ടിയിൽ നിന്ന് ചോറൊക്കെ പകർത്തി വെച്ചു. എന്നിട്ട് ചട്ടിയിൽ കുറച്ച് നെയ്യ് തേച്ചതിന് ശേഷം അതിലേക്ക് ആദ്യം ചോറിട്ടു. പിന്നെ കുറച്ച് നമ്മുടെ മസാലക്കൂട്ട്, ചെമ്മീൻ മസാലക്കൂട്ട് ഇട്ടു. പിന്നെ ഉള്ളി ഇട്ടു. അതുപോലെ ലെയറായിലിട്ടതിന് ശേഷം നമ്മൾക്കതിൽ കുറച്ച് നെയ്യെല്ലാം ഒഴിക്കണേ. അതിന് ശേഷം ഞാൻ ആ മോൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ ചെമ്മീൻ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കാം. മറ്റുള്ള ബിരിയാണികളെക്കാളും ഏറ്റവും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെറുതെ എൻ്റെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഒന്ന് എന്നെ സഹായിക്കണേ. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയും ചമ്മന്തിയും. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻറ്റാണ് എനിക്ക് കിട്ടുന്ന പ്രോത്സാഹനം. അപ്പോൾ താങ്ക് യു.